നിഖില ഇപ്പോൾ ഇതിനകത്ത് ഈ ട്രെയിലറിലൊരു കാര്യം പറയുന്നുണ്ട്, അതായത് ആണ് കാണലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് സണ്ണി വെയിൻ്റെ നിപ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നിഖില ശരിക്കും എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ആചാരം നേരിട്ട് കാണുകയോ നിഖിലയുടെ എപ്പോഴെങ്കിലും സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു ആചാരത്തെക്കുറിച്ച് നിഖിലയോട് ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല ചേച്ചി. ഞാൻ നേരത്തെ പറയും, ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ഈ പെണ്ണ് കാണലും ഈ ആദ്യ രാത്രി മറ്റേ പാലക്കായിട്ട് പോകുന്നതൊക്കെ സിനിമയിലുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതൊക്കെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് സാരി കൊടുത്ത് ഓരോ സ്വർണ്ണമൊക്കെ ഇട്ട് പോകുന്നുള്ളത് നമ്മൾ സിനിമയിലാണല്ലോ അങ്ങനെ കാണുന്നത്. അപ്പം എൻ്റെ കസിൻസൊക്കെ കല്യാണം കഴിച്ചപ്പോൾ അങ്ങനെയൊന്നും പോയി അവരൊക്കെ മറ്റേ നൈറ്റിയൊക്കെ ഇട്ടിട്ടൊക്കെ മറ്റേ വീട്ടിൽ യൂഷ്വലായിട്ടൊക്കെ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ സിനിമയിൽ ഉള്ളൊരു ബിൽഡപ്പാണ് എന്നുള്ളതായിരുന്നു എനിക്ക്. അപ്പം പെണ്ണ് കാണലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല പെണ്ണ് കാണൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻ്റെ ചുറ്റിലുള്ള ആരും അങ്ങനെ അധികം ആൾക്കാരും പ്രേമിച്ച കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ പെണ്ണ് കാണൽ സമ്പ്രദായം ഞാൻ അധികം കണ്ടിട്ടില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോഴേ ഈ പെണ്ണ് കാണൽ ഒരു അറേഞ്ച് മാരേജ് ചെയ്യുന്ന ആൾക്കാർ പണ്ടത്തെ പോലെ അല്ല, അവര് വളരെ വിരളമായി കൊണ്ടിരിക്കുകയാണ്. കുറെ കൂടെ നമ്മൾ പരിചയപ്പെടുന്നു, കോഫി ഷോപ്പിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾക്ക് സിങ്ക് ആവുകയാണെങ്കിൽ പിന്നെ ഫാമിലി അങ്ങനെയൊക്കെ പോകുന്നതാണ് ഇപ്പൊ കുറേ കൂടെ ഒക്കെ ആൾക്കാർ ചെയ്യുന്നത്. അതാണ് കുറേ കൂടെ ബെറ്റർ. നിങ്ങൾക്ക് ഈ ഫാമിലിയും എല്ലാവരുമായിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനോ എന്തെങ്കിലും പറയാനോ ഒന്നും, ഇപ്പം ജയ് പറഞ്ഞ കോഴിയുടെ വില എന്താ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം പെട്ടെന്നൊന്നും പറയാനുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഉണ്ടാകുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് മേ ബി ഒരു ഡേറ്റ് പോലെ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ടൊക്കെ അപ്പം അങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ അവർ 2-3 പ്രാവശ്യം മീറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ വീട്ടിൽ പറഞ്ഞു, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് കാണുന്നതും ഒക്കെ, പക്ഷെ ഓക്കെ ആണ്, നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം എന്ന് അവർക്ക് തോന്നിയിട്ടാണ് അവർ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പം ആ ഒരു ഇതിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അത് ഈ സൊസൈറ്റിയിലും അങ്ങനത്തെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ സൊസൈറ്റിയിൽ അങ്ങനെ മാറ്റം നമുക്ക് വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരു സൈഡിൽ നമുക്ക് നമ്മളെ വിഷമിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു ഡോക്ടർ, അതായത് MD സർജനായിട്ടുള്ളൊരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു എന്നുള്ളതല്ലല്ലോ. ആ വാർത്ത കേട്ടപ്പോൾ എന്നെ അതിശയിപ്പിച്ചെന്ന് വെച്ചാൽ ഒരു MD പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ച ഒരു ഫാക്ടർ. പലപ്പോഴും ഈ നമ്മളുടെ വിദ്യാഭ്യാസവും നമ്മളുടെ മാനസികമായിട്ടുള്ള ഒരു സ്റ്റേജും വളരെ വ്യത്യാസമായിരിക്കുമല്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനത് നമുക്ക് ഇതൊക്കെ അറിയാമെങ്കിലും ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ ഭയങ്കരമായി ട്രോമറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ സാധനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇല്ലാത്തതൊരു മെൻ്റൽ ഒരു സ്ട്രെങ്ത് ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എല്ലാവരും വീക്കാണ്, എല്ലാവർക്കും ആൻസൈറ്റി ഉണ്ട്, എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അധികം യൂസ് ചെയ്ത് കേൾക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മുന്നേ ആൾക്കാർ കുറേ കൂടെ അത് എന്താണെന്നറിയാത്തത് കൊണ്ട് കുറെ ആൾക്കാർ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും അവരത് ഡീൽ ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നറിയാത്തൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് എനിക്ക് ഈ പറയുന്നത് ഭയങ്കര അത്ഭുതമുള്ള കാര്യം. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, നമ്മളിതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നു, ടെക്നിക്കലി നമ്മൾ വളരെ ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. എന്നിട്ടും ആൾക്കാർ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തതെന്നുള്ളത് മേ ബി ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം. ഫാമിലിയിൽ ഈ പറയുന്ന പോലെ ഒരു ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള അതിൽ വളരുന്നത് കൊണ്ടായിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്. അല്ല, ഇപ്പോൾ നിഖില പറഞ്ഞല്ലോ ടെക്നിക്കലി വളരെ അഡ്വാൻസ് ആയി എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ, അതും ഇതിൻ്റെ ഒരു കാരണവും കൂടി ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞല്ലോ പണ്ടൊന്നുള്ള ആൾക്കാർ ഇങ്ങനെ ആയിരിക്കില്ല. പണ്ടത്തെ ആൾക്കാർ കുറച്ചുകൂടെ സോഷ്യലായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർക്ക് കുറച്ചുകൂടെ സോഷ്യൽ സർക്കിൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൊബൈലും അങ്ങനെയുള്ള ടെക്നിക്കലായി ഒരുപാട് സംഭവങ്ങൾ വന്നപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചെറിയൊരു അവരുടെ പേഴ്സണൽ സ്പേസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ ഇപ്പോൾ ഉള്ള ആൾക്കാർക്കും ഈ നമുക്ക് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഉടനെ ഗൂഗിൾ ചെയ്യുമല്ലോ. നമുക്ക് ചുമ വന്നത് എന്താണ് ചുമ, അല്ലെങ്കിൽ അപ്പം ഇത് പറഞ്ഞു വരുമ്പോൾ ചുമയുടെ ഒക്കെ നമ്മൾ ഏറ്റവും എക്സ്ട്രീം കണ്ടീഷൻ ആയിരിക്കും. ഇത് ചുമക്ക് മറ്റേ ഇത് വരും, എന്നിട്ട് നമുക്ക് ക്യാൻസർ വരും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ആ സ്റ്റേറ്റിലേക്കാണ് നമ്മൾ വായിക്കുമ്പോൾ ഇതിലേക്ക് കിട്ടുന്ന കാര്യം. അപ്പോൾ അങ്ങനത്തെ ഇൻഫർമേഷൻസ് ആണ് ഇവർ എടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് എനിക്ക്. ഇപ്പം ഇപ്പോഴും ഉണ്ടല്ലോ മറ്റേ 10 പേർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഭാഗ്യം വരുന്നവരെ 10 പേർക്ക് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പം മറ്റേ ബുറാ കേസ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഒരു വീട്ടിൽ 11 പേര്, അതും ആ വീട്ടിൽ പഠിച്ച ആൾക്കാരാണ്. എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഇവരെ എല്ലാവരെയും അവർക്കത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതും അവർ വളരുന്ന ഒരു സോഷ്യൽ സർക്കിളിൻ്റെ വ്യത്യാസവും
ഉണ്ടായിരിക്കാം. നമുക്ക് അങ്ങനെ പഠിച്ചത് കൊണ്ട് ഒരാൾക്ക് അത് കിട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിദ്യാഭ്യാസം മാത്രമല്ല, കാരണം അവരുടെ വീട്ടിൽ നിന്നുണ്ടാവുന്ന ഒരു ഇൻഫ്ലുവൻസും അവരുടെ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവും. അപ്പം നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോയിട്ട് നമ്മളൊരു ക്ലോസ് ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ക്ലോസ് ഫാമിലിയുടെ അടുത്തോ പറയുമ്പോൾ, ഇപ്പം എന്നെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കും, ഞാൻ അപ്പോൾ ഉടനെ ആൾക്കാർ അതിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റിലുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റില്ല. അത് എന്നെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ ഇതിനകത്ത് നമ്മളെ ഇത് കുഴപ്പമല്ല, ഇത് നിങ്ങളുടെ പ്രശ്നമല്ല എന്നൊരാൾ പറയുന്നിടത്തു നിന്നാണ് നമുക്ക് ഒരു നമുക്കൊരു ഇത് വരും, നമുക്കൊരു മെൻ്റൽ സ്ട്രെങ്ത് വരുന്നത്. ഓക്കെ, നമ്മളുടെ കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് പറ്റിയതല്ല എന്നുള്ളത്. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ ആൾക്കാരുടെ കമൻറ്റുകൾ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, എന്തിൻ്റെ ബേസിസിലാണ് ഇവർ ഒരാളെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക, ഒരാൾ പറയുന്ന ഒരു അഭിപ്രായത്തിനെ പറ്റിയിട്ട് ഇവർ കമൻറ്റ് ചെയ്യുക, എന്താണ് ഇവരുടെ അവരെന്താണ് അവരുടെ ലൈഫിൽ അവരെന്ത് ചെയ്യുന്നു, അവരെന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, ഇതൊന്നും ഇവർക്ക് മാറ്റർ അല്ല. ഇവരെ സംബന്ധിച്ച് ഈ വരുന്ന ഒരു കണ്ടന്റിനെ അതാണ് ഇവർ സംസാരിക്കുന്നത്. അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു ഇതാണ്. അത് നമുക്ക് ഈ പറയുന്ന ടെക്നിക്കലി നമ്മൾ വളരുമ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഇതാണ്. നമ്മൾ എത്രത്തോളം വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എവിടെയൊക്കെയോ നമ്മുടെ ഇൻഫ്ലുവൻസ് ഈ നമ്മളുടെ ചുറ്റിലുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളിലാണ്.